അപ്പൊ ഞാൻ അതിന്റെ ഒരു ട്രെയിലറോ ടീസറോ ഒന്നും കാണാതെയാണ് പോയി കണ്ടത്. ജസ്റ്റ് ഈവൻ ചേക്കോ മൂവി കാണാൻ പോവാന്ന് പറഞ്ഞപ്പോ എന്റെ ഒരു ധാരണ ഇതൊരു ഇംഗ്ലീഷ് പടം എന്നൊക്കെ ആയിരുന്നു. പിന്നെയാണ് അത് മലയാളമാണ്, കിഷ്കിന്ധാകാന്ഡം ടീമിന്റെ ആണെന്നൊക്കെ പിന്നെയാണ് മനസ്സിലായത്. അപ്പോ ഫസ്റ്റ് തന്നെ പടത്തിനെ പറ്റിയിട്ട് കണ്ട കാര്യം പറയാം. ബ്രില്യന്റ്, സൂപ്പർ, ഒന്നും പറയണ്ട, അടിപൊളി. തിയേറ്ററിൽ പോയി കാണണം. അടിപൊളി പടം. കിഷ്കിന്ധാകാന്ഡം അങ്ങനെ വെച്ച് ഒന്നും കമ്പയർ ചെയ്യാനൊന്നുമില്ല. ഇത് നമ്മള് പടം കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് കൺഫ്യൂഷൻ ആയിരിക്കും. എന്താ നടക്കുന്നത് ഇവിടെ. ഇപ്പം ചില പടങ്ങൾ നമ്മളിപ്പോ ത്രില്ലറോ അങ്ങനെ എന്ത് പടമാണേലും നമ്മൾ കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടൂലേ, ചെറുതായിട്ടെങ്കിലും ഒരു ഐഡിയ കിട്ടും ഇതായിരിക്കും. പക്ഷെ ഇതില് നമുക്ക് ഒരു ഐഡിയ കിട്ടൂല, ഇതെന്താണ്, എങ്ങോട്ടാണ്. ഒരു ഐഡിയ വെക്കുമ്പോ ഇതാണ് സംഭവം, പക്ഷെ അതൊന്നും അല്ല. ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആണ്. ക്ലൈമാക്സ് ഒക്കെ പോയി, ഒട്ടും വിചാരിക്കാത്തൊരു ക്ലൈമാക്സ്. പിന്നെ ഇതിലുള്ള ആൾക്കാരെ അഭിനയം അടിപൊളിയായിരുന്നു. ഇപ്പം ഹിന്ദിയിലുള്ള പുള്ളിയുടെ പേരെന്തായിരുന്നു? പുള്ളിയുടെ പേരറിയില്ല, പക്ഷെ ആനിമൽ മൂവിയിലെ നമ്മുടെ സണ്ണി ഡിയോൾ അല്ലല്ലോ, ബോബി ഡിയോളിന്റെ ബ്രദറായിട്ടാണ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഒരു ലീഡ് റോൾസിൽ വരുന്ന ഒരാൾ. കുര്യാച്ചൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. പുള്ളിക്ക് ഇമോഷണൽ സീൻസ് ഒക്കെ നല്ല അടിപൊളിയായി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ പടം ഡോഗ് ലവേഴ്സിനെ കുറച്ചുകൂടി ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇതിന് ഡോഗ്സിന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ഡോഗ്സിനെ കെയർ ചെയ്യുന്നതിലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെന്താ, സന്ദീപ് പടക്കളം മൂവി വെച്ചിട്ട് ബോഡി ട്രാൻസ്ഫോർമേഷൻ തന്നെ നല്ല രീതിയിൽ വരുത്തിയിട്ടുണ്ട്. ഞാൻ ഒന്നും പറയാനില്ല, പുള്ളി ഒരു ബ്രില്യന്റ് ആണ് എന്നുള്ള കാര്യത്തില് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്റെ ധാരണ പുറത്തുനിന്ന് ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്ന് ചെയ്യിപ്പിച്ചു എന്നാണ്. പക്ഷെ ഇവൻ പറയുന്നത് ഹൗൾഡ് അറിയൂല് ഒക്കെ നമ്മുടെ മഞ്ജു വാര്യറിന്റെ കാറിൽ നിന്ന് ഇങ്ങനെ ടീസ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു ആ പുള്ളിക്കാരിയാണ് അത് എന്നാണ് ഇവൻ പറഞ്ഞത്. അപ്പൊ ക്യാരക്ടർ റിവീൽ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഗൂഗിൾ ചെയ്തപ്പോ കാസ്റ്റ് കാണിക്കുന്നില്ല. നോക്കാം, അങ്ങനെയാണെങ്കിൽ ഇവന്റെ കഴിവ് അപാരാണെന്ന് ഞാൻ പറയും. പിന്നെ വേറെ പറയേണ്ടത് ആ ലൊക്കേഷൻ, ആ കാറ്റും മഞ്ഞും ആ ഒരു കുന്നിന്റെ പുറത്തുള്ള ആ ഒരു ലൊക്കേഷൻ നല്ലൊരു ലൊക്കേഷൻ ആയിരുന്നു. പിന്നെ ഇതിന്റെ സിനിമാറ്റോഗ്രാഫിയും അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ കിഷ്കിന്ധാകാന്ഡത്തിൽ കണ്ട പോലെ തന്നെ ഒരു കാടാണ് മെയിനായിട്ട് ഇതിനകത്ത്. അവിടെ നല്ല അടിപൊളിയായിട്ട് ഇത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ സൗണ്ടും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ് ഇതിനകത്ത്. കഥയും വലിയ കഥ എന്ന് പറഞ്ഞ സംഭവം ഇല്ല, പക്ഷെ നമ്മളെ പിടിച്ചിരുത്തുന്ന സംഭവമാണ്. ഭയങ്കര കഥയായിട്ടൊന്നും ഇല്ലല്ലോ, പക്ഷെ ഒരാളെ കാണുന്നില്ല, അത്രേ ഉള്ളൂ സംഭവം. അതിനെ നമ്മളെ ഇങ്ങനെ പിടിച്ചിരുത്തുന്നു. മഞ്ഞുമൽ ബോയ്സിൽ കണ്ടില്ലേ, ഒരാൾ കുഴി വീഴുന്നു, പക്ഷെ അത് അടിപൊളിയായിട്ട് എടുത്തോണ്ടല്ലേ ഭയങ്കര ഹിറ്റായി. അതേപോലെ തന്നെ ഇതൊരു സംഭവം നല്ലൊരു ഹിറ്റ് ആവട്ടെ. നല്ലൊരു പടമാണ്, തിയേറ്ററിൽ പോയി കാണണം.